നമസ്കാരം, ഫീനിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചടയമംഗലത്ത് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ മണ്ഡലാടിസ്ഥാനത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിദ്ഗ വിദ്യാധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് RTO മിനി ഷറഫുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. കൊല്ലം RTO NC അജിത് കുമാർ വിഷയ അവതരണം നടത്തി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ജനകീയ സദസ്സിൽ വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. വിവിധ അസോസിയേഷൻ ഭാരവാഹികളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. നന്ദു ബി ഷൈജു, ന്യൂസ് ഡെസ്ക്, ഫീനിക്സ് മീഡിയ. ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ യാത്രകളെല്ലാം നമ്മൾ കൂടുതലും ഈ സ്വകാര്യ വാഹനങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പം സ്വകാര്യ വാഹനങ്ങൾ നമുക്കറിയാം, ഒരു കഴിഞ്ഞ 3-4 വർഷം മുമ്പുള്ള ഒരു തിരക്കല്ല ഇപ്പോൾ റോഡിലൊക്കെ ഉള്ളത്. ഏത് റോഡിൽ, ചെറിയ ഗ്രാമപ്രദേശമുള്ള റോഡിൽ പോലും നമുക്ക് വളരെ ഭീകരമായിട്ടുള്ള റോഡ് ബ്ലോക്കുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിനർത്ഥം ഈ സ്വകാര്യ വാഹനങ്ങൾ വളരെ ക്രമാതീതമായി റോഡിൽ ഓടിയിരിക്കുന്നു. അപ്പം അങ്ങനെ വാഹനങ്ങൾ കൂടുന്നത് റോഡ് ബ്ലോക്കുകൾ ഉണ്ടാകും, നമ്മുടെ യാത്രകളെല്ലാം താമസം തടസ്സപ്പെടുന്നു. അതുപോലെ ഇത്രയും വാഹനങ്ങൾ ഉണ്ടാകാവുന്ന മലിനീകരണങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തെ മലിനീകരണപ്പെടുത്തുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമുക്ക് പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുന്നതിനും പ്രാധാന്യമുണ്ട്. ബസ് മണത്തറയ്ക്കില്ല, പിന്നുള്ളത് 5:30 മണിക്കാണ്. അപ്പൊ ജോലി ചെയ്യുന്ന പല ആളുകളെ സംബന്ധിച്ച് 3 മണിക്ക് ശേഷം പിന്നെ 5:30 മണി വരെ കൊല്ലം ഡിപ്പോയിൽ കൊല്ലം മണത്തറയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതൊരു 4 മണിക്ക് അല്ലെങ്കിൽ 4:30 മണിക്ക് 1-2 ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ജോലിക്ക് പോകുന്ന, സ്കൂളുകളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് ഗുണകരമായിരിക്കും. അപ്പോഴും കൊല്ലം ഡിപ്പോയിൽ നിന്നും അതുപോലെ ചടയമംഗലം ഡിപ്പോയിൽ നിന്നായാലും മണത്തറയ്ക്ക് 3 മണിക്ക് ശേഷം 5:30 മണി വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അത് ഒഴിവാക്കുന്നതിനാവശ്യമായ ഒരു നിർദ്ദേശം കൂടി ഉണ്ട്. പിന്നെ ഈ പറയപ്പെടുന്ന ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ഓരോ ആളുകൾ വെച്ചിട്ടുള്ള നിർദ്ദേശത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിനാവശ്യമായ ഇടപെടൽ ബഹുമാനപ്പെട്ട ജില്ലാ മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, കാരണം എല്ലാവരുടെയും പേരൊന്നും കാണാറുണ്ടായിരുന്നത് കോവിഡിന് മുന്നേ നിലയ്ക്കപ്പെടുകയും പിന്നീട് പുനരാരംഭിക്കുകയും ചെയ്യാതെ പോയ നമ്മുടെ അക്കോണ ഭാഗത്ത് നിന്ന് ചടയമംഗലം പട്ടണത്തിലേക്ക് വരുന്ന ബസ്സാണ്. കുമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ഫാസ്റ്റ് മഞ്ഞപ്പാറ വഴി അക്കോണം വഴി ചടയമംഗലത്ത് വന്ന് കൊല്ലത്തേക്ക് പോകുന്ന അതിനുശേഷം പലവട്ടം നമ്മൾ നിവേദനമടക്കം കൊടുത്തുവെങ്കിലും അത് ഇതുവരെയും ആരംഭിക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം മഞ്ഞപ്പാറ മുതൽ ചടയമംഗലം വരെയുള്ള, പാവൂർ മുതൽ ചടയമംഗലം വരെയുള്ള ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ ചടയമംഗലം പട്ടണവുമായി ബന്ധപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനും, തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ, കൊട്ടാരക്കര പോകണമെങ്കിൽ, ഏത് പ്രദേശത്തേക്ക് പോകണമെങ്കിലും അവർക്ക് ഈ ചടയമംഗലത്ത് വന്നാണെങ്കിൽ പോകാൻ കഴിയും. അവരാശ്രയിക്കുന്നത് സ്വാഭാവികമായിട്ട് സൂചിപ്പിക്കപ്പെട്ട സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷയും അടക്കമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാല് ആൾക്കാർക്ക് അങ്ങോട്ട് പോകുന്നതിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഇവിടുത്തെ ബഹുമാന്യരായിട്ടുള്ള ട്രാൻസ്പോർട്ടിന്റെ ഉദ്യോഗസ്ഥർ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ തൊട്ടടുത്തുള്ള നമ്മുടെ വർക്കല ടൂറിസവുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരു വാഹനം ബഹുമാനപ്പെട്ട KSRTC വകുപ്പിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടുമെങ്കിൽ അത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചും നമ്മുടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടും വളരെ വലിയ ഉപകാരമായിരിക്കും ജനങ്ങൾക്ക് ആകമാനം. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഓട്ടോയും അതുപോലെ ടാക്സിയും ഒക്കെ വിളിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഭാഗത്ത് എത്തിച്ചേരുന്നത്. അപ്പൊ അത്തരത്തിൽ ടൂറിസം മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല, അതുവഴി പാരിപ്പള്ളിയിലായാലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലായാലും ആ ബസ്സിൽ പോകാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള നല്ലൊരു ആലോചന ഇതിൽ നിന്നുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ, ഇപ്പൊ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനൊരു മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പൊ നേരത്തെ തന്നെ ഇവിടുത്തെ നിലമേ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞാനും നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് സംസാരിക്കുകയായിരുന്നു ഗ്രാമവണ്ടി എന്ന് പറയുന്നത്.